ഹായ്, എന്തുണ്ട് വിശേഷം? മഴാവധിയാണല്ലേ? കുറച്ച് ദിവസമായി മഴാവധിയൊക്കെ എല്ലാവർക്കും ആയിട്ട്. അക്ഷരങ്ങളൊക്കെ മറന്നു എല്ലാവരും. നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിക്കുകയല്ലേ അല്ലേ? കുറേ ആയി. ഞാൻ പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തു. കുറച്ച് തിരക്കായിരുന്നു ഞങ്ങൾക്ക്. സ്കൂൾ കലോത്സവമൊക്കെ ആയിരുന്നു, ടീച്ചേഴ്സ് കലോത്സവം. അതെല്ലാം കഴിഞ്ഞു. അപ്പം ഇതേ മഴാവധി സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്കേ ഒന്ന് ഓർത്ത് നോക്കിയാലോ? അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ. നമ്മൾ ആ എന്ന അക്ഷരം എങ്ങനെ എഴുതിയത്? 3 അക്ഷരങ്ങൾ ചേർത്തിട്ട് അല്ലേ? എങ്ങനെയാണ്? ദാ എഴുതി, അകത്തുകൂടി റാ എഴുതി, രാ എഴുതിയപ്പോൾ എന്തായി? ആ ആ അല്ലേ? അടുത്തതെന്താണ്? ആ. ഇതേപോലെ തന്നെ ദാ എഴുതി, അകത്തുകൂടി റാ എഴുതി, രാ ഇങ്ങനെ എഴുതിയിട്ടില്ലേ? അങ്ങനെ അകത്തുകൂടി ഇങ്ങനെ ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങോട്ട് വരയ്ക്കുക. ആ ആ ആ ആന എന്നൊക്കെ എഴുതണേ. ആമ. ഇനി ഈ ആണല്ലേ? ഈ എങ്ങനെയാണ്? ഇതിങ്ങനെ ഒരു വളച്ചിട്ടൊരു റായേ. റാ നമ്മളെങ്ങനെയാണെന്ന് നേരത്തെ പഠിച്ചു. പിന്നൊരു റാ. എന്നിട്ടുണ്ടല്ലോ ഇതേപോലെ ഈ വളച്ചതിൻ്റെ അവിടം വരെ വന്നിട്ടോ. എന്നിട്ട് യൂട്ടേൺ എടുത്ത് ഇങ്ങോട്ട് പോന്നെ. ഇ ഇ ഇല, ഇര എന്നൊക്കെ എഴുതണത് ഈ വെച്ചിട്ടാണ്. അടുത്തതെന്താണ്? ഇതെങ്ങനെ കുനിച്ചെടുത്തിട്ട് അതേപോലെ തന്നെ ഈ എഴുതിയിട്ട് 2 റാ, കുഞ്ഞ് റാ എഴുതണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റിലത്തെ റാ ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ഇത് ചിഹ്നമാണ്. ഇ ഈ ഇ ഈ ആ ആ ഇ ഈ. അടുത്തതെന്താണ്? ഒരു കുനിപ്പ് ഇങ്ങനെ, ഈയുടെ അതേ കുനിപ്പ് കേട്ടോ. എന്നിട്ട് വേറെ റാ വേണ്ട, തിരിച്ച് യൂട്ടേൺ എടുത്ത് ഇങ്ങോട്ട് ഉ ഉ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, എന്നാലും ഒന്ന് ഓർക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പിന്നെയും ഊ എഴുതുക. ഈ എഴുതിയ പോലെ തന്നെ ഇതേപോലെ ഊ എഴുതിയിട്ട് ഇതേ ചിഹ്നം. എങ്ങനെയാണ്? ഇങ്ങനെ 2 റാ ചെറുത് എഴുതിയിട്ട് ഇങ്ങോട്ട് നീട്ടി എഴുതുമ്പം ഉ ഊ ആ ആ ഇ ഈ ഉ ഊ റ്. നമ്മൾ പറഞ്ഞു അല്ലേ, 8 എഴുതണ പോലെയാണ് എന്ന്. ഇതിങ്ങനെ കുനിച്ചിങ്ങനെ എടുത്ത് നമ്മൾ 8 എഴുതൂലേ, ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ വന്നിട്ടേ ഇവിടെ മുട്ടിക്കണ്ട, ഇവിടെ നിന്ന് ഇതിങ്ങനെ ഒരു കുനിപ്പെടുക്കുമ്പം റ് റ് ഉ ഊ റ്. ആ ആ ഇ ഈ ഉ ഊ റ്. ഒന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. ദൈവമേ, മഴയല്ലേ? വെറുതെ ഇരിക്കണ മക്കളൊക്കെ ഒന്ന് എഴുതി പഠിച്ചേ.